സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പുതിയൊരു പ്രോസസ്സർ ഇപ്പം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇത് സ്നാപ്ഡ്രാഗൺ 8 Gen 2 അതുപോലെ തന്നെ 8 Gen 3 എന്നീ പ്രോസസ്സറുകളുടെ ഇടയിൽ വരുന്ന ഒരു പുതിയ പ്രോസസ്സറാണ്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസ്സറിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് TSMCയുടെ 4nm പ്രോസസ്സറാണ്. പിന്നെ ഇതൊരു ഒക്ടാ-കോർ പ്രോസസ്സറാണ്, അതായത് 8 കോറുകൾ വരുന്നുണ്ട്. ഇതിൽ 3 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് X4ൻ്റെ ഒരു പ്രൈം കോറും അതുപോലെ തന്നെ 2.8 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A720യുടെ 4 പെർഫോമൻസ് കോറുകളും അതുപോലെ തന്നെ 2 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A520യുടെ 3 എഫിഷ്യൻസി കോറുകളും വരുന്നുണ്ട്. ഇപ്പം സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സറായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്ലോക്ക് സ്പീഡും കാര്യങ്ങളൊക്കെ കുറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പെർഫോമൻസ് കോറുകളുടെ എണ്ണത്തിലും മാറ്റമുണ്ട്. അപ്പം പെർഫോമൻസ് സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സറിൻ്റെ താഴെയായിരിക്കും വരിക. പിന്നെ GPUയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ Adreno 735 GPU ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇത് സ്നാപ്ഡ്രാഗൺ 8 Gen 3യുടെ താഴെ വരുന്ന GPU ആണ്. പിന്നെ ഇതിൽ HDR ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ റിയൽ ടൈം ഹാർഡ്വെയർ ആക്സിലറേറ്റഡ് ഡ്രൈ ട്രേസിംഗ് എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നതായിരിക്കും. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. മികച്ചൊരു ഗെയിമിംഗ് പെർഫോമൻസ് ഒക്കെ വരേണ്ടതാണ്. പിന്നെ 4200 MHz ക്ലോക്ക് ചെയ്യുന്ന LPDDR5Xൻ്റെ റാം വരെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ 24 GB റാം വരെയും ഇതിൽ വരും. UFS 4.0 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഇതിൽ ഓൺ ഡിവൈസ് ജനറേറ്റീവ് AI മോഡലും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. 10 ബില്യൺ പാരാമീറ്റേഴ്സ് വരെ ഇതിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിൽ 30ഓളം LLMഉം അതുപോലെ തന്നെ LVM ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ ജെമിനി, ലാമ ഇതുപോലുള്ള ലാംഗ്വേജസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല കാര്യങ്ങൾ തന്നെയാണ്. കുറേ AI ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 4K ഡിസ്പ്ലേ വരെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. 4K ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിൽ 60 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുള്ളൂ. പക്ഷേ Quad HD+ ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിൽ 144 Hz റിഫ്രഷ് റേറ്റ് വരെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ ട്രിപ്പിൾ 18-bit ISP ആണ് ഇതിൽ വരുന്നത്. ഇതിൽ 200 MP ക്യാമറ വരെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ 0 ഷട്ടർ ലാഗിലാണെന്നുണ്ടെങ്കിൽ 108 MP ക്യാമറ വരെ ആയിരിക്കും വരിക. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ 36+36+36 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. പിന്നെ ലോ ലൈറ്റ് വിഷൻ പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫിയൊക്കെ ഒന്നും കൂടി ബെറ്റർ ആവുന്നതായിരിക്കും. പിന്നെ 8K 30 FPS HDR വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ Qualcomm ഫാസ്റ്റ് കണക്ട് 7800 മൊബൈൽ കണക്ടിവിറ്റി സിസ്റ്റവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. Wi-Fi 7ൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. ഇതിൽ 5.8 GB/s വരെ ഡൗൺലോഡ് സ്പീഡും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും വൈഫൈയിൽ. പിന്നെ ബ്ലൂടൂത്ത് 5.4ൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 5G മോഡത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ X70 5G മോഡം ആണ് ഇതിൽ വരുന്നത്. ഇത് സ്നാപ്ഡ്രാഗൺ 8 Gen 3യുടെ അത്രയും മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും നല്ലൊരു മോഡും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതിൽ mmWave ടെക്നോളജിയും sub-6 GHz വരുന്ന 5G കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡൗൺലോഡ് സ്പീഡ് 5 GB/s വരെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അപ്ലോഡ് സ്പീഡ് 3.5 GB/s വരെയും ലഭിക്കുന്നതായിരിക്കും. പിന്നെ ചാർജറിൻ്റെ കാര്യത്തിൽ ക്വിക്ക് ചാർജ് 5ൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. USB 3.1 Gen 2ൻ്റെ സപ്പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകൾ ഏതൊക്കെയാണ് എന്ന് വെച്ചാൽ തുടക്കത്തിൽ iQOO Z9 Turbo, പിന്നെ Realme GT Neo 6, Moto X50 Ultra, Xiaomi CV4 Pro, അതുപോലെ തന്നെ ഹോണറിൻ്റെ ചില ഫോണുകളിലൊക്കെ ഈ ഒരു പ്രോസസ്സർ വരുന്നതായിരിക്കും. ബാക്കി ബ്രാൻഡുകളും ഈ ഒരു പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകൾ ഇറക്കിയേക്കാം. ഏത് പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിലായിരിക്കും ഈ ഒരു പ്രോസസ്സർ കൂടുതൽ കാണുക എന്ന് ചോദിച്ചാൽ ഒരു 40,000 ടു മാക്സിമം ഒരു 60,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിലൊക്കെ ഈ ഒരു പ്രോസസ്സർ കണ്ടേക്കാം. എന്തായാലും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസ്സർ. അത്യാവശ്യം കുറഞ്ഞ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൈസിങ്ങിൽ ഈ ഒരു പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകൾ ലോഞ്ച് ചെയ്യാൻ കഴിയും എന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമായിരിക്കും. എന്തായാലും സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസ്സറിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകൾ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.